മനുഷ്യന്റെ ആഗ്രഹത്തിന്റെ പുറത്തേക്കും മനുഷ്യന്റെ കപ്പാസിറ്റിക്ക് പുറത്തേക്കുമാണ് മനുഷ്യന്റെ അമൽ, മനുഷ്യന്റെ ഹോപ്സ് ആൻഡ് ഡ്രീംസ് ആൻഡ് ഡിസയേഴ്സ് ആൻഡ് കപ്രീസസ്. നമ്മുടെ ആഗ്രഹങ്ങൾ പോകുന്നത് ആയുസിന്റെയും ഒരുപാട് പുറത്തേക്കാണ്. നബിതങ്ങൾ പറഞ്ഞു, ഈ ആയുസിന്റെ സൈഡിൽ കുറെ വരകൾ ഞാൻ വരച്ചല്ലോ. ഈ വരകൾ എന്ന് പറയുന്നത് ഹാദിഹി അഅറാദ്, മരണത്തിലേക്ക് നീങ്ങുന്ന മനുഷ്യന്റെ മുമ്പിലേക്ക് വരുന്ന പ്രശ്നങ്ങളാണ് ഈ സൈഡിലൂടെ ഉള്ളത്. ഏതെങ്കിലും ഒരു സൈഡിലെ പ്രശ്നത്തെ അവോയ്ഡ് ചെയ്ത് ഇപ്പുറത്ത് നിന്നാൽ ഇവിടെ നിന്ന് വേറെ പ്രശ്നം വരും. നാട്ടുകാരടിയിൽ കുഴപ്പമൊന്നും ഉണ്ടാക്കാതെ ജീവിച്ചോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യൻ പുരയിൽ ഒരു സ്വൈരം കൊടുക്കാത്ത വീട്ടുകാരായിരിക്കും, അവിടെ പ്രശ്നമാവും. പുരയിലൊക്കെ ഒരു വിധമൊക്കെ ഒപ്പിച്ചു പോന്നു കഴിഞ്ഞാൽ നാട്ടുകാരടിയിൽ 5 കാശിന് വിലയില്ലാത്തൊരവസ്ഥ നാട്ടുകാരെടുത്ത് വരുന്നു. ഇവിടൊക്കെ ഒന്ന് ലെവലാക്കി ചെന്നാൽ പിന്നെ പഠിക്കുന്നിടത്ത് ചെന്നാൽ പ്രശ്നം, പഠിപ്പിക്കുന്നിടത്ത് പ്രശ്നം, ജോലി സ്ഥലത്ത് പ്രശ്നം, ഇങ്ങനെ സാമ്പത്തിക പ്രശ്നം, അസുഖം, ഇങ്ങനെ മനുഷ്യന് ഒന്ന് കഴിഞ്ഞാൽ ഒന്നിലേക്ക് മനുഷ്യൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ആയുസ്സിലെത്തിയിട്ട് മനുഷ്യൻ ജീവൻ അവസാനിക്കുമ്പോഴും ഒരുപാട് ആഗ്രഹങ്ങൾ അവിടെ ബാക്കിയായി കിടക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, കുറ്റം പറയില്ല, നമ്മളൊക്കെ ആയുസ്സിലേക്ക് നീങ്ങുമ്പോൾ നമുക്കും പ്രായമാകും. ഒരു 70-80 വയസ്സുള്ള ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത്, മോനെ നമുക്കൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് എടുക്കണ്ടേ? വാപ്പാക്ക് തറക്കല്ലിടാനുള്ള ആയുസ് വരെ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ വാപ്പയുടെ ആഗ്രഹം ആ ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ ഉണ്ടാക്കി അതൊക്കെ ഒന്ന് വർക്ക് ചെയ്ത് ഞാൻ നോക്കിക്കോളാം മോനെ, വാടക വാങ്ങാൻ വാപ്പ അവിടെ ഉണ്ടല്ലോ. ആരെയും പറയണത് 80 കഴിഞ്ഞ് വാപ്പയെ പറയണത്. വാപ്പക്ക് തോന്നുന്നില്ല എനിക്ക് പോകേണ്ട സമയം എൻ്റെ റസൂല് പറഞ്ഞ 60-70 കഴിഞ്ഞും ഒരു 10 വീണ്ടും എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്, 80ആയി. ഇനി മേലെ പോയ ഒരു 85-90ന്റെ ഉള്ളിൽ സംഗതി അത്രയല്ലേ കിട്ടൂ, ലൈഫ് എക്സ്പെക്ടൻസി അത്രയേ ഉള്ളൂ. എന്നാലും വാപ്പ ആഗ്രഹിക്കുന്നത് ഒരു 30 കൊല്ലത്തേക്കെങ്കിലും വാപ്പന് ജീവിക്കാൻ കരുത്തുണ്ട് എന്ന രീതിയിൽ മുതൽ വാങ്ങണ്ടേ, അത് വാരിക്കൂട്ടണ്ടേ എന്ന് പറഞ്ഞിട്ട് ഓടുകയാണ്. ആ നേരം കുറച്ച് ഖുർആനും കുറച്ച് ദിക്റും കുറച്ച് ഇടപാടുകളൊക്കെ ഒന്ന് തീർത്ത് പൊരുത്തപ്പെടിക്കുന്നവരെ പൊരുത്തപ്പെടിച്ച് ഒരു ഉംറയോ ഒരു ഹജ്ജൊക്കെ ചെയ്ത് ആ ഒരു വലിയ യാത്രയ്ക്ക് വേണ്ടി റെഡിയായി നിൽക്കേണ്ട സമയത്ത് പോലും മനുഷ്യൻ സമ്പത്തിനെ കുറിച്ച് ആലോചിക്കുന്ന അവസ്ഥ വരും. ഇല്ലാ മൻ റഹിമ റബ്ബി, പടച്ചതമ്പുരാന്റെ വലിയ കാരുണ്യം ലഭിച്ചവരൊഴികെ അവരെ പണിക്കൊന്നും നിൽക്കുവല്ല. അത് ഞാൻ മോനെ വാപ്പാന്റെ കഴിഞ്ഞടാ, നീ എന്താ ചായ്ക്കോ, വാപ്പാനതിനെ നോക്കേണ്ട, വാപ്പനെ ഒരുങ്ങുകയാണ്. ഇത് ചിന്ത വരുന്ന ആളുകൾ വളരെ കുറവാണ്. ഇതെന്താ, മനുഷ്യൻ ഇങ്ങനെയാണ്. ഈ ജീവിതത്തെയാണ് നമ്മൾ കരുപ്പിടിപ്പിച്ചെടുക്കേണ്ടത്. അതിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഈ ദീൻ തന്നിരിക്കുന്നത്.